ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് നോ കോൺടാക്ട്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്താഗതി, അവരുടെ ഒരു ഇമോഷൻസ് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയാം. Okay, 3 of Wands, Lovers, Ace of Swords, the Sun, Ace of Pentacles, Two of Pentacles, High Priestess, Nine of Pentacles, Nine of Cups, Love, Justice, Princess of Swords, Hanged Man, and Two of Wands. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ഇതിനകത്തുണ്ട്. ഒരു മേജർ ആർക്കാനയിലെ തന്നെ വളരെ സ്ട്രോങ് എനർജീസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഇമോഷൻസ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വളരെ ഡീപ്പ് അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ തട്ടിയ സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഫേസിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസിൻ്റെ പേരിൽ പിണങ്ങിയവരായിരിക്കാം. അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈഗോ ക്ലാഷസോ കാര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഇവരുടെ ആ ഒരു ഇമോഷൻസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നോ കോണ്ടാക്ട് സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ചില സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ഒരുപാട് തീവ്രമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാലും, ആ ഒരു അത്രയും ആ ഒരു സ്ട്രോങ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യങ്ങൾ വിലങ്ങുതടിയാവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ളൊരു ഭയം കൊണ്ടോ ആങ്സൈറ്റി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ, അത്രയും ഒരു പെട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെയുള്ള സാഹചര്യത്തിൽ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോ കോണ്ടാക്റ്റ് അങ്ങോട്ട് പോകുന്നു. മനസ്സുകൊണ്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും അത് നീട്ടിക്കൊണ്ടു പോകേണ്ടി വരുന്നൊരവസ്ഥ ആ ഒരു സാഹചര്യം കൊണ്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, നമ്മൾ പാസ്റ്റിലേക്ക് പോകാത്തതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും എടുക്കുന്നതിൽ വേറെ പ്രതിബന്ധങ്ങളില്ല. അവർക്കത് ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഓവർകം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്കിവരെ കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതലും നിങ്ങളിൽ തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഓണായിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതും മിസ് ചെയ്യുന്നതും ഒക്കെ അകന്നിരിക്കുമ്പോഴാണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി നമുക്ക് ഇവിടെയും കാണാം. ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണാം, അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഡീപ്പ് തിങ്കിങ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണാം.
ഇപ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചില സീക്രസീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മുഷിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തുറന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ഒരു അറ്റാച്ച്മെന്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സൺ എനർജിയാണ്. അത്രയും ആ ഒരു സ്ട്രോങ്ങസ്റ്റ് കാർഡാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ക്ലാഷസ് ഉണ്ടായാലും തേർഡ് പാർട്ടി ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളോട് വളരെ കാര്യമായിട്ടൊരു സ്നേഹമുള്ള ഒരു പേഴ്സൺ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ലോങ് ടേം ആയിട്ട് പോരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. വെറുതെ ഒരു തമാശയ്ക്കോ അല്ലാന്നുണ്ടെങ്കിൽ ടൈം പാസിനോ ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ എനർജീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ടാണ്. ഒരാളുടെ മനസ്സിൽ ഇപ്പോൾ ഇരുന്നാലും അല്ലാതിരുന്നു കഴിഞ്ഞാലും എല്ലാം നമ്മളുടെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന ആ ഒരു ഡീപ്പ് തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അത്രയും നിങ്ങളെ വാല്യബിൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഇപ്പോഴും ആ ഒരു പേഴ്സന്റെ മനസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ ആ ഒരു ബ്രേക്കിംഗ് നിങ്ങൾ തമ്മിലുള്ളത് മാറ്റാനായിട്ട് അവരായിട്ട് മുൻകൈ എടുത്താലോ എന്നുള്ളൊരു ചിന്താഗതി നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഓഫർ നിങ്ങൾക്ക് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവരുടെ ലൈഫിലുള്ള മറ്റു പല കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ചിന്താഗതിയും അവർക്ക് മനസ്സിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്താണോ അത് ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് ഒന്നും കണ്ടില്ല എന്നുള്ള ആ ഒരു ഭാവത്തിലിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഇമോഷൻസ് കംപ്ലീറ്റ്ലി അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളോടത് പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ആ ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്രയും ആ ഒരു സ്നേഹം ഉള്ളിലുള്ളപ്പോൾ ഓടി വന്ന് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാം, മെസ്സേജ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെയുള്ള പല ചിന്താഗതികളും അല്ലെങ്കിൽ ആ ഒരു മറ്റു പല റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് വരുമ്പോൾ അവരത് ഉള്ളിൽ അടക്കി വെക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം തരാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വഴക്കിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു സൈലൻസിലിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വേണ്ട എന്നുള്ള ആ ഒരു എനർജി നമുക്ക് പിന്നെയും ഇവിടെ വരുമ്പോഴൊക്കെ കാണാനായിട്ട് കഴിയുന്നത് മേ ബി അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി അവരുടെ കൺമുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോ ഒക്കെ ചിലപ്പോൾ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയത്ത് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം. ഇനി ചിലർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കുറച്ചൊരു ടൈം വേണം, എനിക്കൊരു കുറച്ചൊരു സ്പേസ് വേണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ചിലപ്പോൾ അവരുടെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കാം. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അവർ കൂടുതൽ അതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇവിടെ ഒന്ന് ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഡിലേ വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈം അതിനായിട്ട് മാറ്റി വെക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോഴും നമുക്കിവിടെ കാണാം ആ ഒരു ടു ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളോട് അത്രയും ആ ഒരു സ്നേഹം, ഇൻറ്റിമസി, ഹാർമണിയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളായിരിക്കാം. അത് മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ കൊണ്ട് നടക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പ്രസന്റ് എനർജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പോസ് അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്, ഒരു വെയിറ്റിംഗ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ഒന്ന് വരട്ടെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ഈ ഒരു ടൈം ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അതിനുശേഷം മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ആയിട്ട് പോകുന്നൊരവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവർ വിചാരിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട് അവർ ഒരു ഡിലേ ഇടുന്നു. എന്നാലും നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി വൈസ് ഒക്കെ അത്രത്തോളം നിങ്ങളോടൊരു സ്നേഹവും താല്പര്യവും
മനസ്സിനകത്ത് കൊണ്ടു നടക്കുക എന്ന് പറയുന്ന എനർജീസൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവരൊരു വല്ലാത്ത തരം ഒരു ശാന്തത കീപ്പപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പൊ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു സൈലൻസ് അത് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അറിയണമെന്നില്ല. അത് പ്രത്യേകിച്ച് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വെറുക്കുന്നുണ്ടോ, എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ, നൂറുകൂട്ടം ചിന്തകൾ ചിലപ്പോൾ തലയിൽ ഓടിപ്പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തി ഇങ്ങനെ ഉള്ള ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി അത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു സൈഡ് ഇതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പരിഭ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനെന്ന് പറയുന്നത് അവൾക്ക് പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ അവന് പ്രിയപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു തിരിച്ചുമുള്ള ആ ഒരു തോന്നൽ. അത് ചിലപ്പോൾ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവാം. നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു മനപ്പൊരുത്തം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തോന്നിയേക്കാം. എന്തെല്ലാം സെപ്പറേഷൻ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നെ മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിവിടെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു താൽക്കാലികമായിട്ട് അവരുടെ ഒരു ഇമോഷൻസ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആവാതിരിക്കുന്നത് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അവർ അവരുടേതായിട്ടുള്ള ആ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ ഒരു ആശ്രയിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കരിയറിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മതി എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുപോവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരുപാട് ഇമോഷൻസ് നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റെന്തിനേക്കാൾ ഒരു സ്ഥാനം അവർ മനസ്സിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ലോജിക് വൈസും കൂടി ഒന്ന് ചിന്തിച്ച് പെരുമാറുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ്. ആ ലോജിക് മെൻറ്റാലിറ്റി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ കൂടുതലായിട്ട് മുന്നിലേക്ക് വരാനും ലോജിക്ക് താഴ്ന്നു പോകാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആ ഒരു എനർജി ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സോൾവ് ചെയ്യാത്ത ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഡിമാൻഡ് കൊണ്ട് നടക്കാൻ പറ്റിയൊരു ടൈം ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എടുക്കില്ല എന്നല്ല, ആക്ഷൻ എടുക്കും. അതിനായിട്ട് തന്നെ നമ്മളിവിടെ നേരത്തെ കണ്ടതുപോലെ വളരെ ഫെയർ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇതിനൊരു ലോങ് ടേം ആയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എടുത്ത് ചാടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാം ആ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോഴത്തേക്കും വലിയ ഇതൊന്നും ഇല്ല, അനക്കവും ഇല്ല. അവരവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളെ മൈൻഡ് ചെയ്യുന്നതായിട്ടേ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അവർ നമ്മൾ പറയുന്ന പോലെ ഒരു കണ്ണ് നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും. അവരെപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ ഒരു ടൈമിൽ അവരില്ലെങ്കിലും ഹാപ്പിയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ശ്രമമായിരിക്കാം ഒരുപക്ഷെ. എന്താണെന്നുണ്ടെങ്കിലും മാറി നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുകയും വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഒരുപാട് തിങ്ക് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഉള്ളതിനേക്കാളും വലിയ ആലോചനയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി അതിനകത്തിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവർ ആ ഒരു ക്രോസ് റോഡ്സിലാണ്, നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മുന്നിൽ ആ ഒരു വഴിയുണ്ട്, നിങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഡെപ്തിൽ അവർ ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഉള്ള ആ ഒരു പോസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മൂവ് ചെയ്ത് പോകാനോ ഈ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഇവരുടെ ആ ഒരു മറ്റുള്ള എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. വളരെ ഫെയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിലേയും ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ്നെസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു മെച്യൂർ എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. അതെന്ന് പറയുമ്പോൾ
കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനുള്ളിൽ നിങ്ങളോട് അത്രയും ഒരു സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ തോന്നുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്ത് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്കിനി അവരുടെ മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഡിസിസീവ് എനർജിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ, ഈഗോ, ഡെസ്റ്റിനി, ബ്രോക്കൺ ആൻഡ് റിവീൽ. ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഇൻഡസൈസീവ് എനർജിയിൽ തന്നെ നമുക്ക് കാണാം, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. അപ്പോൾ അവർ ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പിടിതരാതെ, അല്ലെങ്കിൽ സൈലൻസ്, നോ കോണ്ടാക്ട്, എന്തോ ആവാം, അത് നിങ്ങളൊരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ആ ഒരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവരൊന്ന് പോസായിട്ടിരിക്കുന്നു, ആക്ഷൻ എടുക്കുന്നില്ല. അവിടെ അവർ വിചാരിച്ചാൽ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും അറിയാം, പക്ഷെ അവർ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് എനർജിയിൽ പറഞ്ഞതുപോലെ ആ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ അതും കൂടി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി, അല്ലെങ്കിൽ ആ ഒരു ഹറിബറിയിൽ ഒരു ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇതുപോലെ ഒരു നെക്സ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ ഈഗോയാണ്. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈഗോ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തി പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതായിരിക്കാം ആ ഒരു വ്യക്തി കൂടുതൽ താല്പര്യപ്പെടുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ താഴ്ന്നു തരാനുള്ളൊരു മടി കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സൈലൻസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇവിടെയും നമുക്ക് ആ ഒരു ഡെസ്റ്റിനി എനർജിയാണ്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു സ്ട്രഗിളിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളൊരു കാര്യം അവരോട് പറയുന്നുണ്ട്. അവരുടെ ഡെസ്റ്റിനിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും അത്രയും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്ത് കണ്ടൊരു കാര്യമാണ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ചില സത്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും സീക്രസീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. നിങ്ങളോട് സത്യം തുറന്ന് പറയാനായിട്ട് ആ ഒരു പേഴ്സൺ, കമ്മ്യൂണിക്കേഷനാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. എന്നാൽ ഇത് ഏത് രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു സൈലൻസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. കാരണം നേരത്തെ നമ്മൾ ആ ഒരു സ്പ്രെഡിനകത്തുനിന്ന് ക്ലൂസ് ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ക്ലൂസ് എടുത്ത് നോക്കാം. അധികം ക്ലൂസ് എടുക്കുന്നില്ല. ഓക്കെ, പൂരം നക്ഷത്രം, ലെറ്റർ എ, നമ്പർ 20, രേവതി നക്ഷത്രം, നമ്പർ 8, ലെറ്റർ ടി, നമ്പർ 18, അവിട്ടം നക്ഷത്രം, ലിയോ സോഡിയക് സൈൻ, ഉത്രം നക്ഷത്രം, കണ്ണൂർ, ലെറ്റർ വൈ, ലെറ്റർ സി, Sagittarius zodiac sign ആൻഡ് ഏരീസ് zodiac sign. ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അതുപോലെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.